ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന പപ്പായയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ്, ആരോഗ്യ ഗുണങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ പപ്പായ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ ഒരു പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. സോ ആ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്, മറ്റുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്നുള്ളത് നോക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ലോസ്, അതുപോലെ സൗന്ദര്യ സംരക്ഷണം ഒക്കെ നോക്കി കാണുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സോ നമുക്ക് അതിൽ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് പപ്പായയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പപ്പായ എന്ന് പറയുന്ന പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ അലർജി, ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിൽ നിന്നിട്ട് നമ്മളെ പ്രിവെൻറ്റ് ചെയ്ത് ആ ഒരു ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് പപ്പായ എന്ന് പറയുന്ന പപ്പായയിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു പ്രോട്ടിയോലൈറ്റിക് എൻസൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈക്കോപ്പീൻ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് HDL കൊളസ്ട്രോളിനെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രോപ്പർ ഫംഗ്ഷൻ, അതുപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന അറ്റാക്ക്, ഹൈപ്പർ ടെൻഷൻ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും നമ്മൾ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് പപ്പായയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതാണ് അതിൻ്റെ കലോറി, അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ് എന്തൊക്കെയാണെന്നുള്ളതും എത്ര അളവിലാണെന്നുള്ളതും നോക്കാം. മറ്റുള്ള ഫ്രൂട്ടിൽ നിന്നും വെജിറ്റബിളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആണ് പപ്പായ എന്ന് പറയുന്നത്. 60 to 61 mg ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു 100 ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കലോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കലോറി കുറഞ്ഞൊരു ഫ്രൂട്ടാണ് പപ്പായ എന്ന് പറയുന്നത്. 39 to 43 കലോറിയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. സോ ധൈര്യമായിട്ട് തന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ഗ്രാം ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഡയറ്ററി ഫൈബർ ആണെന്നുണ്ടെങ്കിൽ 1.5 ഗ്രാം ആണ് അടങ്ങിയിട്ടുള്ളത്. സോ ഇതാണ് ആ ഒരു പപ്പായ എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുന്നതും ആ ഒരു ഡയറ്റും കാര്യങ്ങളും നോക്കുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യം, അതുപോലെ തന്നെ പൊട്ടാസ്യം, കാൽഷ്യം ഇവയൊക്കെ റിച്ച് ആണ്. മെഗ്നീഷ്യത്തിൻ്റെ അളവ് നോക്കുക 21 mg ആണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ പൊട്ടാസ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 182 mg. അപ്പോൾ പൊട്ടാസ്യം റിച്ച് ആണ്. നമുക്ക് ആ ഒരു പപ്പായ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുന്നവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. കാൽഷ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 mg അടങ്ങിയിട്ടുണ്ട്. സോ പപ്പായ എന്നൊരു ഫ്രൂട്ട് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പപ്പായക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ വളരെ മെയിനായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് മിനറൽസും വൈറ്റമിൻസും ആണ് ഈ പപ്പായയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പപ്പായ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറയുമ്പോൾ ജ്യൂസ് ആയിട്ട് അരിച്ചെടുത്ത് കുടിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ജ്യൂസ് ആക്കാം, എങ്കിലും ആ കട്ടിയോട് കൂടി കഴിക്കണം. അപ്പോഴാണ് ശരീരത്തിൽ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്. സാലഡ്സ് ആക്കാം. ഇവ രണ്ടും കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പംകിൻ സീഡും ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് ഇവയൊക്കെ പൊടി ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കും. ഇപ്പോൾ ജ്യൂസ് നിങ്ങൾ ആ ചെറിയ രീതിയിൽ അടിച്ച് ആ കട്ടിയോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോംഗ്രാനൈറ്റ്, അതുപോലെ തന്നെ ഇതേപോലെ പംകിൻ സീഡ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. കാര്യം ഫൈബർ റിച്ച് ആണ്. ഒരു കോൺസ്റ്റിപ്പേഷൻ പോലുള്ളവർക്കൊക്കെ നല്ലൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കഴിക്കുന്നവരും ഉണ്ടായിരിക്കും. സോ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഷുഗർ ആയിട്ടുള്ളവർക്ക് കഴിക്കണം. ഈ ഒരുപാട് പഴുത്ത് പോയ പപ്പായ അല്ലാണ്ട് ആ ഒരു പഴുത്ത് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നല്ല എഫക്റ്റ് ചെയ്യുന്നതാണ്. ഒത്തിരി പഴുത്തു പോയ പപ്പായ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡയബറ്റീസ് ആയിട്ടുള്ളവർ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പപ്പായയുടെ മറ്റൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അത് നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഈ ജോയിൻസിലൊക്കെ ചെറിയ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉള്ളവർക്ക് പപ്പായ കഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വേദന കുറഞ്ഞു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് പപ്പായ എന്ന് പറയുന്നത്. കോർണിയ, റെറ്റിന ഇവയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒക്കെ അസുഖമുള്ള കണ്ടീഷനിലൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഒരു പപ്പായ കഴിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ചെറിയ രീതിയിൽ കണ്ടുവരുന്നതായിരിക്കും.
സ്ത്രീകളുടെ ആരോഗ്യത്തിന് പപ്പായ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന മെൻസ്ട്രുവൽ ക്രാംസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പപ്പായൻ എന്ന് പറയുന്ന ഒരു എൻസൈം നമ്മുടെ യൂട്രസിൻ്റെ മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. സോ ആ ഒരു രീതിയിൽ ഫ്ലോ കറക്റ്റ് ചെയ്തിട്ട് പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷനെ ഇൻക്രീസ് ചെയ്യും. സോ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും ആ ഒരു നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ആ ഒരു തുടിപ്പും ആ മൃദുത്വവും ഒക്കെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പപ്പായ എന്ന് പറയുന്നത്. സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ നമ്മൾ പപ്പായ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇന്റേണലിയും എക്സ്റ്റേണലിയും നമ്മൾ എടുക്കുന്നത്. വൈറ്റമിൻ ഇ കെ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് പപ്പായ കഴിക്കുന്നത്. സോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും നമുക്ക് വളരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ. അതിൻ്റെ വിലയും നമുക്കിന്ന് നാട്ടിൻപുറത്തൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ചാൽ തന്നെ അത് നല്ല രീതിയിൽ കായ്ച്ചു കിട്ടുന്നതാണ്. സോ പപ്പായ വളരെ റേറ്റ് കുറഞ്ഞ ഒരു ഫ്രൂട്ടും കൂടെയാണ്. ഈ മറ്റ് എന്താ പറയുക വില കൂടിയ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഇതൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് പപ്പായ. സോ ഇത്രയും ഗുണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കിട്ടുമ്പോഴൊക്കെ. നമുക്കിനി പപ്പായ കൊണ്ടിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക റെസിപ്പി നോക്കാം. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ മാംഗോയും പപ്പായയും അവക്കാഡോ ആഡ് ചെയ്യുന്നുണ്ട്. അവക്കാഡോ നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. മാംഗോയും പപ്പായയും കൂടെ ഇട്ട സ്മൂത്തി, അതുപോലെ തന്നെ ജ്യൂസ്, ഇതൊക്കെ ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും അരിച്ചെടുത്തിട്ട് ആ ഒരു വാട്ടർ കണ്ടന്റ് മാത്രം എടുക്കരുത്. ആ ഒരു കട്ടിയോട് കൂടി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോംഗ്രാനൈറ്റും കൂടി ഈ ജ്യൂസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാം. മറ്റൊന്ന് സാലഡ്സ് പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. സോ നമുക്ക് ആ റെസിപ്പി നോക്കാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അവകാഡോ തികച്ചും ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ബാക്കി മാംഗോയും പപ്പായ എടുക്കുക. സോ ഇതിനെന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ജ്യൂസായിട്ട് അടിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് അരിച്ചെടുക്കരുത്. ആ ഒരു കട്ടിയോട് കൂടി തന്നെ കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ മെയിനായിട്ട് നമുക്ക് മാംഗോയും പപ്പായയും ആണ് ഇതിലേക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു 2-3 എന്താ പറയുക ഏലക്കയില്ലേ, ഒരു ഏലക്ക തന്നെ മതിയാകും. അതുകൂടെ ഇട്ട് നമ്മൾ ആ ജ്യൂസിൻ്റെ ഒരു അളവനുസരിച്ചിട്ട് ഇട്ടിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുറച്ച്. സോ ഈ ഒരു കട്ടി പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇതാണ് കറക്റ്റ് ആ ഒരു കട്ടി എന്ന് പറയുന്നത്. ഒരു പപ്പായ ഒരു ദിവസം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ എഫക്റ്റ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു സൗന്ദര്യം ആയിക്കോട്ടെ, ഇന്റേണലി എക്സ്റ്റേണലി എല്ലാ രീതിയിലും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഈ ഒരു പപ്പായ എന്ന ഫ്രൂട്ടിനെ കൊണ്ട് സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്